ഈ ദുനിയാവിൽ നീ ആരെയും പേടിക്കണ്ട, നിന്നെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും പേടിക്കും. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ പേടിച്ചവനെ ലോകം മുഴുവനും പേടിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അള്ളയെ പേടിച്ചവന് ലോകം മുഴുവൻ പേടിക്കും, എല്ലാവരും പേടിക്കും. അള്ളാഹെ പേടിക്കണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഈ പൗരത്വ ഭേദഗതി ബില്ലും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ലോകം മുഴുവൻ ചർച്ച നടക്കുമ്പോൾ ഖുർആനിലേക്ക് നമ്മളത് തിരിഞ്ഞു നോക്കണം. എന്താ ഖുർആൻ പറയുന്നത്? ഖുർആൻ എന്താ പറയുന്നത്? 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ. 3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയേണ്ടതായ വാക്കാണത്. അല്ലാഹു പറയുന്നു 3 കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകാൻ, നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറണോ 3 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. 3 കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് അതൊക്കെ. സൂറത്തുൻ നൂർ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. രണ്ടായത്ത് മാത്രമാണ് അല്ലാഹു പറയാ. وعد الله الذين آمنوا منكم وعملوا الصالحات, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ, നിങ്ങളിൽ നിന്ന് സുകൃതം ചെയ്യുന്നതായ ആളുകളില്ലയോ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിതായ മുഅ്മിനീങ്ങളെ, സുകൃതങ്ങൾ ചെയ്യുന്നവരെ ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖലഫല്ലദീന മിൻ ഖബലിഹിം, നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം. നിങ്ങൾക്ക് അധികാരം വേണോ? അധികാരം തരാം. അധികാരമോഹിയാണോ? അധികാരം തരാം. അതല്ല, നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ? അത് തരാം. ഖുർആൻ പറയാണ്, അല്ലാഹു പച്ചയ്ക്ക് പറയാൻ, വ്യക്തമായി പറയാം, ليستخلفنهم في الأرض كما استخلف الذين من قبلهم. ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ഉറപ്പായിട്ടും അല്ലാഹു തരും. അല്ലാഹു പറയാൻ, وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَى لَهُمْ. ഈ ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ? അതിനുള്ള സൗകര്യം വേണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ സാധ്യമാക്കാം. നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ തരാം. റാഹത്തായ ജീവിതം വേണോ? ഒരാൾ നിങ്ങളുടെ മെക്കിട്ട് കയറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സാധിക്കണോ? തരാം, ഞാൻ തരാം. അല്ലാഹു പറയാൻ, അഥവാ ഒന്ന് അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു നിങ്ങളുടെ പ്രാതിനിധ്യം, നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കയ്യിൽ തരും.
രണ്ടാമത്തത് തംകീനു ഫിദ്ദീൻ, ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. ഈ ദുനിയാവിൽ ദീൻ പറയുന്നതിന്, വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന്, പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന്, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നതിന്, വാദിന്റെ സദസ്സുകൾക്ക്, സലാത്തിന്റെ മജ്‌ലിസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ തരാം. അല്ലാഹ് പറയാൻ ഞാൻ തരാം, അല്ലാഹ് വാഗ്ദാനം ചെയ്യാൻ. 3 وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ? ആരെയും പേടിക്കാതെ, ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ? അല്ലാഹു 3 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ? ഈ ദീനിന് സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ? ഭയമില്ലാത്ത ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകണോ? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ. സിനിമാ നടന്മാര്, തമ്പുരാക്കന്മാര്, സഹോദരിമാര്, നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ. അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ. ആരാധ്യൻ ഒരാൾ മാത്രമാണ്. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി. അല്ലാഹ് പറയാ, എന്നെ ഒന്ന് ആരാധിക്കണം നിങ്ങൾ. ഈ പറച്ചില് പോരാ, പരച്ചിലുകൊണ്ട് കാര്യമില്ല. ഞാൻ മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം. അതിന് കുറച്ച് കാര്യമുണ്ട്. പള്ളി ബാങ്ക് വിളിച്ച പള്ളി വരണം. പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി വിളമ്പാറായോ എന്ന് വെച്ച് ചീരണി മാത്രം ആചാര്യ വാങ്ങിച്ചോണ്ട് പോവാ. പേര് മൂമിൻ, ആധാർ കാർഡിൽ ബാഹു മുളക്കാക്കട്ടെ. അപ്പൊ എന്താ കാര്യം? ഫായിദയില്ല, ബുദ്ധിമുട്ടുണ്ട്. റേഷൻ കാർഡിൽ മുസ്ലിം, ID കാർഡിൽ മാത്രം മുസ്ലിം, വിശേഷയില്ല. മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല. നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം. പള്ളിയിൽ ആചാരമുണ്ടോ? ഇല്ല. ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി, സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് ഇവിടെ പാസ്സായി പോയത്? എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള്, മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ? തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ? വെള്ളിയാഴ്ച ജുമുഅ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ പിറകെ പോയല്ലേ? എവിടെയാണ് മുസ്ലിമീങ്ങൾ, എവിടെയാണ് എത്തിച്ചേർന്നത്? ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പേര് മുസ്ലിം, അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട്, പറച്ചില് മാത്രം. നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണമെന്ന് പറയുമ്പോൾ നീ പുറകോട്ട് പോവാൻ അല്ലാഹു വെല്ലുവിളിക്കാൻ. അല്ലാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, 3 കാര്യങ്ങൾ നിനക്ക് ഞാൻ ഉറപ്പു തരാം. അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്, ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോല് വേണോ? നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ച് തരാം. വതംകീനു ഫിദ്ദീൻ, ഈ ദീനിൽ നിനക്ക് സൗകര്യപ്പെടുത്തി തരണോ? ഈ ലോകത്ത് നിന്റെ പൗരത്വം ചോദിച്ച് ഒരാളും ചങ്കൂറ്റം നിന്നോട് കാണിക്കൂല. നിനക്ക് ഈ ദീനിൽ സൗകര്യപ്പെടുത്തി തരണോ? 3ാമതായി തബ്ദീലുൽ ഖൗഫ് ബിൽ അംൻ, നിർഭയത്വത്തോടുകൂടി നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കണോ? 3 കാര്യങ്ങൾ ഓഫർ നിനക്ക് നൽകാം. ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും, ഒരു സിനിമാ നടനെയും, ഒരു തമ്പുരാക്കന്മാരെയും, ഒരു സിനിമാ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട. ഒരു സീരിയൽ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട. എന്നെ മാത്രം നീ ആരാധിക്ക്. ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്ത് യാസീൻ ഓതേണ്ടതിന് പകരം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്തുർ റഹ്മാൻ ഓതുന്നതിന് പകരം സൂറത്തുൽ വാഖിയ ഓതുന്നതിന് പകരം നീ പോകുന്നത് സീരിയൽ നടിമാരുടെ സീരിയലിന്റെ ലോകത്തേക്ക് നീ പോയി.
ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു, ബീവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നു, കഞ്ചാവടിക്കാൻ കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ടി. ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു. ജുമഅയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ, ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയതാകുന്ന വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ ജുമഅ കളഞ്ഞിട്ട് നീ എത്ര തവണയാ തിയേറ്ററിൽ പോയിരുന്നത്? നീ എങ്ങനെ മുസ്ലിമാകും? എന്നെ മാത്രം നീ ഒന്ന് ആരാധിക്ക്, ഈ 3 കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ തരാമെന്ന് അള്ളാഹു പറയാ. ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ള മൂവാറ്റുപുഴയിലെ സഹോദരങ്ങളുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? ചങ്കൂറ്റം വേണം ഏറ്റെടുക്കാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏറ്റെടുക്കുന്നവന് ഒരു കുഴപ്പമില്ല, അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും. ഖുർആനല്ലേ, ഖുർആൻ വിശ്വസിച്ചൊന്നും പിന്നെന്തിനാ വിഷമിക്കുന്നത്? അള്ളാഹ് പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആരാധിക്കണം? തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു, ചെറിയൊരായത്തിലൂടെ അള്ളാഹു ആ ആരാധനയുടെ കോലം പറയാ. അവിടെയാണ് വിഷയം. 3 കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. 3 കാര്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇബാദത്തിന്റെ മർമ്മപ്രധാനം അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് സഹാബി ചോദിച്ചപ്പോൾ റസൂലുള്ള കൊടുത്തത് അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ്. അസ്സലാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, നിസ്കാരം എന്ന് പറഞ്ഞില്ല. അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഇന്ന് മുസ്ലിമീങ്ങളിൽ അധിക ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല. സുബഹി നിസ്കരിക്കുന്ന ളുഹറിന് തൊട്ടുമ്പോ പള്ളി വന്നിട്ട് യാ അല്ലാഹ് ഇങ്ങനെ നിൽക്കുക. അല്ലാഹു ആക്കട്ടെ. തോന്നിക്കൊണ്ട് നിൽക്കുന്നു ഷാഫി മദ്ഹബുകാര്. ജുമായ്ക്ക് വന്നതാ, എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മടിയില്ലാതെ. പണ്ടൊക്കെ കുറച്ച് നാണം ഉണ്ടായിരുന്നു, തൈക്കാവിലൊക്കെ പോയി നിസ്കരിച്ചിട്ടെങ്കിലും വരും. ഇപ്പൊ ജുമാഅത്ത് പള്ളി തന്നെ ഫ്രണ്ട് സഫിൽ ഇമാം മിമ്പറിൽ കയറിക്കുമ്പോ ഇവിടുത്തെ ഹൈവാൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, തോന്നിക്കൊണ്ട് നിൽക്കുക. അല്ലാഹു ആക്കട്ടെ. ഇതാണ് ആളുകള്. നമസ്കാരം എവിടെ? സുബഹി എവിടെ നിസ്കരിക്കുന്നത്? പൂർണ്ണ സമയത്ത്. ളുഹർ നിസ്കരിക്കുന്ന സഹോദരിമാരോ അസ്ർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പേ മുസല്ല വിരിച്ച് പള്ളി ഇങ്ങോട്ട് കയറുള്ളൂ, മുസല്ലയിൽ കയറുള്ളൂ. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ മുല്ലാക്കായ വിളിക്കുകയാണ്, വേഗം ബാങ്ക് വിളിച്ചോണം അസർ, ഇല്ലെങ്കിൽ ഭയങ്കര കലിപ്പ, കട്ടക്കലിപ്പ്. നേരെ പറഞ്ഞു വിടണം. അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ല അല്ലേ? ഖുർആൻ പറയുന്നു വഅഖീമുസ്സലാ, നമസ്കാരത്തെ നിലനിർത്തണേ. വഅഖീമുസ്സലാ, നമസ്കാരത്തെ നിലനിർത്തണേ, നിലനിർത്തണേ. നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ, ഇന്നസ്സലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം സമയബന്ധിതമാണ് സാബ, സമയത്ത് നിർവഹിക്കണേ, നിർവഹിക്കണേ. നമസ്കാരം ഖളാ ആക്കരുത്, നമസ്കാരത്തെ ഗൗനിക്കണേ. മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, ചെറുപ്പക്കാര് സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമയത്തല്ല, സമയത്തല്ല. രണ്ടാമതായി ഖുർആൻ പറയുകയാണ് വആതുസ് സകാത്ത്, നിങ്ങളുടെ സകാത്ത് ഒന്ന് കൊടുത്തു വീട്ടണേ, കൊടുത്തു വീട്ടണേ. പാവങ്ങളുടെ താകുന്ന സദഖയാണ്, പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് പിടിച്ചു വെക്കരുതേ, പിടിച്ചു വെക്കരുതേ. നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സകാത്ത്, നിങ്ങളുടെ കച്ചവടത്തിന്റെ സകാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ. തീർന്നില്ല, തീർന്നില്ല, വീണ്ടും പറയുകയാണ് വഅതിഉർ റസൂൽ, വഅതിഉർ റസൂൽ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വഴിപ്പെടണേ, വഴിപ്പെടണേ. ആ റസൂലുള്ള നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ, പോകണേ. എന്നാൽ തീർച്ചയായും ലഅല്ലകും തുർഹമൂൻ, അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ള വഴി നടന്ന വഴിയിലൂടെയല്ലാതെ നിങ്ങൾ പോകരുതേ, പോകരുതേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാര് വിളിക്കുന്നത് മുത്തബിയു സുന്നയാണ് ഈ മനുഷ്യൻ. അബ്ദുള്ള എന്നാണ്
പേര്, പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുത്തബിഉ സുന്നയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ്. റസൂലുള്ളാഹി നടന്ന വഴിയിലൂടെയല്ലാതെ നടക്കാത്ത മനുഷ്യനാണ്. റസൂലുള്ളാഹി പോയ വഴിയിലൂടെയല്ലാതെ പോകാത്ത മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കഴിച്ചത്, ഏത് രീതിയിലാണോ കഴിച്ചത്, എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത്, എങ്ങനെയാണ് കടന്നത്, അതെല്ലാം കറക്റ്റായി ശീലിച്ച മഹാനാണ്. അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കുതിര എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യവേ ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യിക്കുകയാണ്. കൂട്ടുകാർ ചോദിക്കുകയാണ്, ലിമ ദവ്വറതനാഖതക യബ്ന ഉമർ, അല്ലേ ഇബ്നു ഉമറേ നിന്റെ ഒട്ടകത്തെ എന്തിനാണ് ഇവിടെ റൗണ്ട് ചെയ്യിച്ചത്? ഇവിടെ റൗണ്ട് ബോർഡില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ സാഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ ഒരിക്കൽ ഇതേ സദസ്സിലൂടെ യാത്ര ചെയ്യവേ ദവ്വറനഖതഹു, എന്റെ ഹബീബ് അവിടുത്തെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല റസൂൽ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചതെന്ന്, അതുകൊണ്ട് ഞാനും അതേപോലെ ചെയ്യുകയാണ്. ഇത് നേരെയുള്ള വഴിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ഹബീബ് ഇതേ സ്ഥലത്ത് ഇതേ പോയിന്റിലെത്തിയപ്പോ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരികയാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഈ ഒരു ശൈലിയാണ് മുസ്ലിമത്തെ നിന്റെ ജീവിതത്തിൽ വരേണ്ടത്. ഒരാളെയും നീ പിൻപറ്റേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് നീ ഒന്ന് ഹയാത്താക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്നേഹിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്നേഹിച്ചതുപോലെ, അലിയാർ തങ്ങളെ സ്നേഹിച്ചതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പ്രേമിച്ചതുപോലെ ഒന്നനുരാഗം വെച്ച് പുലർത്തണേ. സലാത്ത് ചൊല്ലി മദീനയിലെ രാജകുമാരനെ ഒന്ന് ഒരു വേളയെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണണേ. അല്ലാഹുവേ ഈ സദസ്സിന് തൗഫീഖ് നൽകുന്നതാക്കണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകുന്നതാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വലിയ സന്തോഷം തോന്നുകയാണ്, കാരണം നോട്ടീസ് വായിച്ചപ്പോൾ വലിയ സന്തോഷം. 61 കോടിയോളം സലാത്താണ് അൽഹംദുലില്ലാഹ് അജ്വയുടെ പ്രവർത്തകര് കാരണമായിട്ട് 6000-ഓളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ ചെയ്തു തീർത്തത്. ഓരോ ദിവസവും 300, 400, 1000, 10000, ലക്ഷവും ഒക്കെ ചെല്ലി 60 കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ? അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അതിൽ പ്രാപ്തരാക്കണം. പത്തനംതിട്ടയിൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കത്തിൽ വഅദ് പറയാൻ പോയപ്പോൾ ഏകദേശം റബീഉൽ അവ്വൽ 12, 13 എന്റെ ഓർമ്മ. കാട്ടൂർ പേട്ട എന്ന് പറയുന്ന ജമാഅത്ത്, കാട്ടൂർ പേട്ട ജമാഅത്ത് അത് കഴിഞ്ഞപ്പോൾ അടുത്ത് ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് 3 കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം. ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു. റബീഉൽ അവ്വൽ 1 അന്ന് ഉസ്താദ് പറഞ്ഞതാണ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി എല്ലാം കഴിയുമ്പോൾ കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവുമല്ലോ റബീഉൽ അവ്വൽ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോൾ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞ് അവരെയൊക്കെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? സലാത്ത് അധികരിപ്പിക്കണം. ഏറ്റവും കൂടുതൽ സലാത്തിൽ എന്നവർക്ക് ഇൻഷാ അല്ലാഹ് സമ്മാനം കിട്ടും. കുട്ടികൾ ചെല്ലാൻ തുടങ്ങി. അവധി സമയമാണല്ലോ, കുട്ടികളിരുന്ന് ചെല്ലി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത്, 10 വയസ്സുള്ള കുട്ടിക്ക് ചെല്ലിയ സലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 13 ലക്ഷത്തിന് മുകളിൽ സലാത്ത്. ചെറിയ കുട്ടികൾ ചെല്ലാൻ 13 ലക്ഷത്തിന് മുകളിൽ സലാത്ത്. നമ്മളവർക്ക് ഈ സലാത്തൊക്കെ നമ്മൾ കൊട്ടപ്പടി ചെല്ലി അവിടെ എത്തുമ്പോൾ നമ്മളങ്ങനെ വലിയ സലാത്തിൽ ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ കോടിക്കണക്കിന് സലാത്തുകൾ ചെല്ലുന്ന അല്ലാഹുവിന്റെ റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മുഹബ്ബീങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. മനസ്സിലാക്കണം. ഈ സമയത്ത് ഒരു 100 സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത, ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു 10 എണ്ണം തികച്ചിരുന്ന് മാന്യമായി ചെല്ലി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഒരു പള്ളിയിൽ സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇന് ഇരിക്കാത്ത, ആ ദുആഇന് ശേഷം ഒരു 3 സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന്റെ സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന, അല്ലെങ്കിൽ 10 സലാത്തുകൾ ഉണ്ടെന്നറിഞ്ഞാൽ ആ പള്ളിയിൽ പോലും ജമാഅത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണിത്. 10 സലാത്തുണ്ട്, അത് കഴിയും, അതുകൊണ്ട് വലിയ പാടാ, കുറെ നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് ദുആഇന് ഇരിക്കാത്ത ആളുകളെ ധാരാളം നമുക്കറിയാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ശരിയല്ലേ? ആ പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ പോകില്ല. എന്തിനാമോ പോകാത്തത്? 10 സലാത്തില്ല, സമയം ഒരുപാട് എടുക്കുമെന്ന്. 10 സലാത്ത് എന്ന് പറഞ്ഞാൽ അത്ര സമയം എടുക്കുമെന്നെങ്കിൽ നിന്റെ മനസ്സിന്റെ അകത്തുള്ളെങ്കിൽ എത്രയോ വലിയ ബുഖലാണ്, എത്രയോ വലിയ ലുബ്ധതയാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. കാട്ടൂർപേട്ടയിലെ ഇമാമ് 2ാമത്തെ കുട്ടിയെ വിളിച്ചു. ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടി 10 ലക്ഷത്തിന് മുകളിൽ സലാത്ത് ഇല്ല. 3ാമത്തെ കുട്ടിയെ വിളിച്ചു, 3 ലക്ഷത്തിന് മുകളിൽ സലാത്ത് ഇല്ല. ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ, അവരുടെ കൊച്ചു മക്കളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും. ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക്, പ്രായമുള്ളവർ തന്നെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സലാത്തുകൾ നമ്മൾ ചെല്ലിവരാണ്. നമ്മൾ ഈ അജ്വാ സലാത്ത് മജ്ലിസ് ഇല്ല എങ്കിൽ, ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും. റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ ഈ സലാത്ത് ഇല്ലോ.